ഹലോ ഗൈസ്, വെൽക്കം ടു ജെനുവിൻ PSC ആസ്പിറൻറ്റ്. സോ ഞാൻ പറഞ്ഞായിരുന്നു ജനുവരി 27 തൊട്ട് നമ്മൾ ടാർഗറ്റ് ഫോർ പ്രിലിംസ് ബൈ മേ എന്ന് പറയുന്ന ഒരു ഫ്രീ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. സോ ഫസ്റ്റ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിരുന്നത് പൊളിറ്റി ആയിരിക്കും എന്നാണ്. സോ ജനുവരി 27 ടു ഫെബ്രുവരി 9 വരെയാണ് പൊളിറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ടൈം. സോ നമുക്ക് ആ പൊളിറ്റിയുടെ എങ്ങനെയാണ് അതിൻ്റെ ടൈം ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ ജനുവരി 27 ഡേ 1 ആണ്. ഈ ഇങ്ങനൊരു സ്റ്റാർ പോലെ ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ആണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം PYQയിൽ ഒരുപാട് വട്ടം അത് റിപ്പീറ്റ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഞാൻ 5 സ്റ്റാർ ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് ഓഫ് ഓൾ ജനുവരി 27 ആദ്യമേ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം, പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതിനുവേണ്ടി എഫേർട്ട് എടുത്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അങ്ങനത്തെ ഉള്ള കുറച്ച് കണ്ടൻറ്റാണ് ആദ്യത്തെ ദിവസം ഞാൻ അലക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടോപ്പിക്സാണ്. ഇനി നെക്സ്റ്റ് ഡേ 2 പോവുകയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ കമ്മിറ്റീസ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കമ്മിറ്റീസ് ഇവിടെ ഞാൻ 5 സ്റ്റാർ തന്നെ വെച്ചിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഈ കമ്മിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയം, അത് വെച്ച് പ്രിയാമ്പിൾ, അതൊക്കെയാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ സവിശേഷതകൾ, ഭരണഘടന അവ കടമെടുത്ത സ്രോതസ്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PYQ നോക്കി എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ പാർട്സും ഷെഡ്യൂൾസും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര. ഇനി നെക്സ്റ്റ് ജനുവരി 29 ഡേ 3 4 സ്റ്റാർ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് ഇമ്പോർട്ടൻസ് കുറവെങ്കിലും ഞാൻ പറയാം. ആമുഖം, പ്രിയാമ്പിളുണ്ട്. പിന്നെ ആമുഖത്തിലുള്ള ഓരോരോ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, സോഷ്യൽ, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്ന ആ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതിൽ ഏതൊക്കെയാണ് 42nd അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്തതെന്നും നമ്മൾ നോക്കണം. പിന്നെ കണ്ടോ ആമുഖത്തിൻ്റെ ഭേദഗതി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, കണ്ടോ, ഇത് വളരെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടേ ഞാൻ പറയൂ. കാരണം അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. സോ ഇതാണ് PYQ അനലൈസ് ചെയ്താലുള്ള ഗുണം. ഈ ഒരു ഏരിയ വളരെ കുറവാണ്. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഡേ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒരുപാട് ക്വസ്റ്റ്യൻ പല രീതിയിലും ചോദിച്ചിട്ടുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിനകത്ത് തന്നെ പിന്നെ ഓരോ സബ് റൈറ്റ്സ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. ഇതും 5 സ്റ്റാർ ആണ്, കാരണം ഇതും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ആർട്ടിക്കിൾ 25 to 30, പിന്നെ 31, 30, 32 ഇതാ കിടക്കുന്നു. പരിഹാരങ്ങൾ, റെമഡീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനുള്ളത്. പിന്നെ തൊട്ട് താഴെ വരുമ്പോഴും 5 സ്റ്റാർ ഞാൻ ഇട്ടേക്കിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ചില ഏരിയാസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ റിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്വത്തവകാശത്തിന് നിലവിലെ സ്ഥാനം, കാരണം അത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമാണ്. ആർട്ടിക്കിൾ 300A ആണ് സ്വത്തവകാശത്തിൻ്റെ നിലവിലെ സ്ഥാനം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് വിമർശനം, പ്രാധാന്യമൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. മാർഗം എന്ന് പറഞ്ഞാൽ DPSP, അത് കാണാതെ പഠിക്കണം. DPSP എനിക്ക് തോന്നുന്നു 36 മുതൽ 50 വരെ, 51 വരെ ഉണ്ട്. 36 മുതൽ 51 വരെയുള്ള എല്ലാ DPSP എന്തൊക്കെയാണ്, അത് ഗാന്ധിയനാണോ സോഷ്യലിസ്റ്റ് ആണോ എന്നുള്ളതും എല്ലാം അതേപോലെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഏതൊക്കെ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു, ഏത് അമെൻമെൻറ്റ് വഴി വന്നു, 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കാണാതെ പഠിക്കുകയും വേണം, ഓരോ ആർട്ടിക്കിൾ. ഇതൊക്കെ അതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത താഴെ ഡേ 7 നോക്കുകയാണെങ്കിൽ നാഷണൽ എമർജൻസി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് നന്നായി വരുന്നുണ്ട്. പിന്നെ ഭരണഘടനാ ഭേദഗതി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. 42nd 44th അമെൻമെൻറ്റ്, ആ നമ്മുടെ ആ പറയുന്ന സിലബസിനകത്തുള്ള അമെൻമെൻറ്റ്സ് എല്ലാം പക്കയായിട്ട് പഠിക്കണം. പിന്നെ പുതുതായിട്ട് വന്ന 99, 100, 101, 102, 103, 104, 105, 106 അത്ര അമെൻമെൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പിന്നെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് അറിയാവുന്നതുമായിരിക്കും. ഇനി ഡേ 8 അതൊക്കെ 3 സ്റ്റാർ. കാരണം PSC ആക്ച്വലി ഈ ഒരു ഏരിയാസ് അധികം അങ്ങോട്ട് തൊടാറില്ല. പാർലമെൻറ്റ്, അതേപോലെ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, അങ്ങനെയുള്ള ഏരിയാസൊക്കെ അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡെപ്തി വന്നിട്ടില്ല. ഒരു സർഫസ് ലെവലിലാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഏരിയ, അതിനകത്ത് രാജ്യസഭ, ലോക്സഭ, സ്പീക്കർ, ഇത് പിന്നെ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ, സംവരണ ബില്ല്, മണി ബിൽസ്, ഇതൊക്കെ അധികം ഡെപ്തി പോയിട്ടില്ല, സർഫസ് ലെവലിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഡേ 5 പോവുകയാണെങ്കിൽ ഇരുസഭകളുടെയും സമയം, അത് കുഴപ്പമില്ല.
ഇത് സംസ്ഥാനം, മറ്റേത് യൂണിയൻ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഇത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, മുഖ്യമന്ത്രി, ഗവർണർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതും 3 സ്റ്റാറേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഉള്ളത് നിയമസഭ എന്ന് പറയുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെക്കുറിച്ചൊക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതിലെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഹൈക്കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ പഞ്ചായത്ത് രാജിൽ പൊതുവേ ഓരോ കമ്മിറ്റിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിലെ പ്രധാന റെക്കമെൻഡേഷൻ LM സിംഗ്വി, തുങ്കൻ കമ്മിറ്റി, അങ്ങനെയുള്ള പല പല കമ്മിറ്റിയും ഏത് കമ്മിറ്റി വഴിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നിഷൻ വന്നത്, LM സിംഗ്വി കമ്മിറ്റി, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭേദഗതിയും പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് 73ഒക്കെ. പിന്നെ ഡേ 12 മുനിസിപ്പാലിറ്റി, അതിൻ്റെ ഭേദഗതി പറയുന്നുണ്ട്. പിന്നെ കണ്ടോ, ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ്, 7ാം ഷെഡ്യൂൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിലെല്ലാം ഒന്നും പഠിച്ചില്ലേലും പൊതുവെ ചോദിക്കാറുള്ളത് ഈ പറയുന്ന പോലെ ഫോറസ്റ്റ്, മാരേജ്, അഡോപ്ഷൻ, ഇതൊക്കെ ഏത് ലിസ്റ്റിലാണ്, കൺകറൻറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ. പിന്നെ അതേപോലെ എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റിലാണ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ താഴെയുള്ള ക്ലാസിക്കൽ ഭാഷകൾ അധികം അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, സ്റ്റിൽ വരാം. പിന്നെ ഉള്ളത് ബോഡീസാണ്, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ പോലുള്ള കുറച്ച് ബോഡീസ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വളരെ കുറവാണ്, സ്റ്റിൽ വരാറുണ്ട്. പിന്നെ ധനകാര്യ കമ്മീഷൻ, ഇതെല്ലാം ഒരു സർഫസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ പഠിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വലിയ പാടായിട്ട് ഞാൻ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ 3 സ്റ്റാറും കൊടുത്തത്. ഡെപ്തിൽ പോകണ്ട അധികം. പിന്നെ ഫെബ്രുവരി 9 14ാമത്തെ ദിവസം എന്ന് പറയുന്നത് റിവിഷൻ ഡേ ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അന്ന് കാരണം ഡേ 13 എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു ദിവസമുണ്ട്, അത് റിവിഷൻ ഡേ ആയിട്ട് തന്നെ വെച്ചോ. അത് പോരാ, നമ്മൾ എല്ലാ ദിവസവും രാത്രി റിവിഷൻ ചെയ്യും. ആ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ പഴയ വീഡിയോസ് എടുത്ത് നോക്കുക. പിന്നെ ലക്ഷ്മികാന്ത് ഞാൻ അതിൻ്റെ ഇൻഡെക്സ് ഒന്ന് വെച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പറ്റുവാണെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കുക, അത് വളരെയധികം ഉപകാരമായിരിക്കുമെന്ന്. അതിനുവേണ്ടി ലക്ഷ്മികാന്തിൻ്റെ കണ്ടൻറ്റ് ഞാൻ എൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇട്ടിട്ടുമുണ്ട്. ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റും ഇട്ടിട്ടുണ്ട്, അതേപോലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ബുക്കും ഞാൻ ലക്ഷ്മികാന്തിൻ്റെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം നോക്കുകയാണെങ്കിൽ ഇതായത് നോക്കിയാൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അത് പഠിക്കണം, റെഗുലേറ്റിംഗ് ആക്ട്സ്, പിന്നെ അതാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എല്ലാം ഉണ്ട്, പ്രിയാമ്പിൾ, സാലിയൻ ഫീച്ചേഴ്സ്, കടമെടുത്ത് എവിടുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നെ സിറ്റിസൺഷിപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അമെൻമെൻ്റ് ഉണ്ട്, ബേസിക് സ്ട്രക്ചർ, അങ്ങനത്തെ കുറച്ച് ഏരിയാസ്. ഈ ഏരിയാസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഒരു ഏരിയാസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എമർജൻസി പ്രൊവിഷൻസ്. സത്യം പറഞ്ഞാൽ ആ എൻട്രിയുടെ ആ കണ്ടൻ്റ് എല്ലാം ഈ ലക്ഷ്മികാന്തിനെ നേരെ അങ്ങ് മലയാളത്തിലോട്ടാക്കിയേക്കും. അതാണ്ട് പ്രസിഡൻറ്റ് വന്നു, പ്രൈം മിനിസ്റ്റർ, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇതെല്ലാം കണ്ടൻറ്റ്. ഇതാണ്ട് പാർലമെൻ്റ് ഉണ്ട്, പാർലമെൻ്ററി കമ്മിറ്റീസ്. പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പോയിൻറ്റ്സ്. പിന്നെ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇതാണ്ട് ലോക്കൽ ഗവൺമെൻറ് ഉണ്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് വന്നു. അത് കഴിഞ്ഞാൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും വരും. സോ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറ്റുവാണെങ്കിൽ ലക്ഷ്മികാന്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ആ ഡെയിലി കണ്ടൻറ്റ് ഞാൻ തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെയിലി കണ്ടൻറ്റ്സ് ഞാൻ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജനുവരി 30 മൗലികാവകാശം. അപ്പോൾ നമ്മൾ നേരെ ലക്ഷ്മികാന്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് ചോദ്യങ്ങൾ അധികം അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും പൊതുവെ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആ ലക്ഷ്മികാന്ത് ഇൻഡെക്സ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു തന്നത്. കണ്ടൻറ്റ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. ഇനി അതെല്ലാം മലയാളം പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പഠിച്ചോളൂ. എൻട്രിയോ വേറെ ഏതെങ്കിലും റാങ്ക് ഫയൽ വെച്ച് പഠിക്കുക. സോ അതായിരുന്നു ഇന്ന് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ പൊളിറ്റിയുടെ ഒരു പ്ലാൻ ഞാൻ ഇന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അറിയാമല്ലോ, നാളെ തൊട്ട് ഞാൻ ടാർഗറ്റ് ഫോർ പ്രിലിംസ് ബൈ മേ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡെയിലി ടാർഗറ്റ് ഇടും, നാളെ 9:30. അത് തിങ്കളാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് രാത്രി നിങ്ങളത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള പിക്ക് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് എല്ലാം പറഞ്ഞ പോലെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കഴിവതും ടാർഗറ്റ്സ് അന്നു തന്നെ കംപ്ലീറ്റ് ചെയ്യുക, ഒന്നും പെൻഡിങ് ഇടാതിരിക്കുക. So that's all for today. Thank you guys. Okay.